ഷിൻചാനെ വേഗം വാ, ഫ്രാങ്ക്ലിൻ വരുന്നുണ്ട്, അവനെ കൂട്ടാൻ പോകേണ്ടതാണ്. നീ ഇങ്ങനെ ഭയമം കളി കളിക്കാൻ പാടില്ല. ഞാൻ എണീച്ച് വരുന്നുണ്ട് ഏട്ടാ, ബാക്കിൽ തന്നെയുണ്ട്. വേഗം വാടോ, നീ എന്താ ഇങ്ങനെ ടൈം ഇട്ട് ഡിലേ ആക്കുന്നത്? നിന്റെ വായു പോലും പൊളന്നിട്ട് ഇനിയും ബ്രഷ് പോലും ചെയ്തില്ലേ? ഞാൻ ബ്രഷെല്ലാം ചെയ്തു, ജാക്കാറ്റിനും ചെയ്തു. എന്നെ അങ്ങനെ പറയില്ല, ഞാൻ ബ്രഷെല്ലാം ചെയ്ത് കുട്ടപ്പനായിട്ടേ വരുന്നത്. നിന്റെ മൊത്തി കണ്ടാ മതി ഷിൻചാനെ, നിന്റെ മൊത്തി കാണുമ്പോൾ തിരും. അത് വിടും, നമുക്ക് ഏത് വണ്ടിയാ പോകുമ്പോ എടുക്കാം? ഫ്രാങ്ക്ലിനെ കുറെ ലഗേജിലുണ്ടോ? നമ്മളെ ഗോൾഡൻ കാർ എടുക്കണോ അല്ലെങ്കിൽ റെഡ് കാർ എടുക്കണോ? നിനക്ക് ഏതാ തോന്നുന്നത്? രാജുവേട്ടാ, ഞാൻ പറയാം നമ്മളെ ഗോൾഡൻ കാറാണ് കിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടിയതാ. ഞാൻ നിന്നോട് ഇഷ്ടപ്പെട്ട വണ്ടിയല്ല ഷിൻചാനെ ചോദിച്ചത്, നമുക്ക് ഏതാ എടുക്കാന്ന് ഒന്ന് പറ വേഗം. നമുക്ക് ഗോൾഡൻ കാർ എടുക്കാം പ്ലീസ് രാജുവേട്ടാ, നമുക്ക് ഗോൾഡൻ കാർ എടുക്കാം. ഓക്കെ, എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ഗോൾഡൻ കാർ തന്നെ എടുക്കാം. വേഗം വണ്ടി കയറി, ഇപ്പം തന്നെ ട്രെയിൻ ഉണ്ട്, അതിൽ തന്നെ മിക്കവാറും ഫ്ലാങ്കിൻ വരുന്നതായിരിക്കും. വേഗം വണ്ടി കയറി, ടൈമില്ല. ഞാൻ കേറി, വേഗം വിട്ടോ. ഷിൻചാനെ ഈ ബാബുവിനോട് പറഞ്ഞായിരുന്നു ഫ്രാങ്ക്ലിൻ വരുന്നത് നമ്മൾ കൂട്ടാൻ പോകുന്നെല്ലാം പറഞ്ഞായിരുന്നു, വീടൊന്ന് ശ്രദ്ധിക്കാനല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു ജാക്കാറ്റ്, ഞാൻ ബാബുവേട്ടനോട് പറഞ്ഞായിരുന്നു നമ്മളെ ഫ്രാങ്ക്ലിൻ ഏട്ടായി വരുന്നിട്ട്, അതുകൊണ്ട് നമ്മളെല്ലാവരും ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോയവരെ കൂട്ടാൻ പോകുന്നതുകൊണ്ട് വീട്ടിലൊന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞായിരുന്നു. ഓ, നമ്മളെ ഡോഗും ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട. ജാക്കാറ്റ്, നമ്മളെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് കുറേ ദൂരമുണ്ടോ? ചെറിയൊരു ദൂരം മാത്രമേ ഇടയില്ലൂ, നീ അത് ടെൻഷൻ ആവേണ്ട, ഇപ്പം തന്നെ എത്തും. ഓക്കെ ഏട്ടാ, എനിക്ക് ട്രെയിൻ സ്റ്റേഷൻ കാണാൻ പുതിയ കുറേ ആയി കണ്ടിട്ട്. എന്നെ ജാക്കാറ്റിനെ എവിടെയും കൂട്ടിക്കൊണ്ടു പോക്കില്ലല്ലോ. നീ അങ്ങനെ പറയില്ല, നിന്നെ എല്ലാ സ്ഥലത്തിനും കൂട്ടിക്കൊണ്ട് പോക്കല്ല. നിന്നെ കൂട്ടിക്കൊണ്ട് വേണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്, നിന്നെ എല്ലാ സ്ഥലത്തിനും കൂട്ടിക്കൊണ്ട് നീ ആയിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകും. എന്നാൽ എല്ലാ സ്ഥലത്തും ജാക്കാറ്റൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓ, നീ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനെങ്കിൽ പറഞ്ഞല്ലോ ഷിൻചാനെ. ഇനിയെങ്കിലും നീ ഒന്ന് വേഗം വാ, നീ കുളിച്ച് മാറ്റിയില്ല, നിന്നെ മണക്കുന്നു. അങ്ങനെ പറയല്ലോ ജാക്കാറ്റ്, ഞാൻ കുളിച്ചായിരുന്നു, എന്നെ മണക്കുന്നൊന്നില്ലേ? ട്രെയിൻ സ്റ്റേഷന്റെ മണം അത്. എനിക്കറിയാം ട്രെയിൻ സ്റ്റേഷന്റെ മണമാണോ നിന്റെ മണമാണോ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ പറയല്ല ജാക്കണ്ണ, ഞാൻ കുളിക്കെല്ലാം ചെയ്തായിരുന്നു. വേഗം വാ, നമ്മളെ ഫ്രാങ്ക്ലിൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും, നീ വേഗം വന്ന് കീ. ഫ്രാങ്ക്ലിൻ ചേട്ടായി വന്നിട്ടൊന്നില്ല, അടുത്ത ട്രെയിനിലായിരിക്കും ഫ്രാങ്ക്ലിൻ ചേട്ടൻ വരുന്നത്. ഞാനത് എനിക്കറിയാം, മിക്കവാറും അടുത്ത ട്രെയിനിലായിരിക്കും. ബട്ട് നമുക്കിവിടെ വന്ന് ചോദിച്ചു മനസ്സിലാക്കിയാലും, ഞാനും ട്രെയിൻ സ്റ്റേഷനിൽ ആദ്യമാണ്, എനിക്കും വലിയൊരു പിടുത്തമൊന്നുമില്ല ഏത് സെക്ഷനിലാണ് ട്രെയിൻ നിന്നത്, അതിലൊന്ന് ചോദിച്ചു മനസ്സിലാക്കണ്ട. അതുകൊണ്ടാണ് പെട്ടെന്ന് നിന്നോടൊന്ന് വരാൻ പറഞ്ഞത്. ഓ, അങ്ങനെയാണോ രാജുവേട്ടൻ? എനിക്കത് ഫുൾ ചാൻസിട്ട് പറഞ്ഞായിരുന്നു, എനിക്ക് മാത്രമല്ല മനസ്സിലാവും. സാറില്ല, നമുക്ക് ഇവിടെ ആരോടും ചോദിച്ചു നോക്കാം. ഹലോ ബ്രദർ, ഇവിടെ എങ്ങനെ ട്രെയിനിന്റെ കാര്യങ്ങളിൽ എങ്ങനെ? നമ്മൾ ആദ്യമായിട്ട് ട്രെയിൻ സ്റ്റേഷനിലും വരുന്നത്, നമ്മളിങ്ങനെ പ്ലെയിനിൽ മാത്രമേ പോക്കില്ലോ. അല്ല, എന്റെ ഒരു ഫ്രണ്ട് വരുന്നത്, അതുകൊണ്ടാ. ഓ മണ്ടൻ, അവനെന്നാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന ഷിൻചാനെ. അവനോട് നമ്മളൊന്നും ചോദിച്ചു, അവന്റെ ഓളയാറ്റം ചോദിച്ചായിരുന്ന, നമ്മളെപ്പോഴാ ട്രെയിൻ വരുന്നതെന്ന് മാത്രമല്ലേ ചോദിച്ചല്ലോ. രാജുവേട്ട, ആ ട്രെയിൻ വരുന്നു, നമ്മളെ ഫ്രാങ്കിനെ ടൈപ്പ് അതിന് ഉണ്ടാവും. ഇതെനിക്ക് അറിയില്ല ഷിൻചാൻ, നീ ഇങ്ങനെ ഒച്ചപ്പാടാക്കല്ലേ ഏട്ടാ, നമ്മളെ സ്റ്റാൻഡേർഡ് കളിയല്ലേ നീ. ഫ്രാങ്ക്ലിൻ ഇതാ കീരി വരുന്നത് ഗെറ്റപ്പിൽ. ഫ്രാങ്ക്ലിനെ സുഖമാണ് വേടാ, എത്രയായി കണ്ടിട്ട്. സുഖം തന്നെയാടാ, ഞാൻ നിങ്ങളെ സിറ്റിൽ അത് മാറിപ്പോയല്ലോ. സിറ്റിൽ പച്ചപ്പിന്റെ കളികളാണല്ലോ ഇപ്പോൾ. നമ്മുടെ സിറ്റിൽ ഇപ്പോൾ പച്ചപ്പ് തന്നെയാണ്, നല്ല ജലദോഷാടാ, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഡള്ളായിരിക്കുന്നത്. സാറേടാ, മല്ലാണ് മയെല്ലാം അങ്ങോട്ടുണ്ടാകൂലേ ഫ്രാങ്ക്ലിൻ ജെനി? അതെ, ചെറുതായി ഒന്ന് മയെല്ലാം കൊണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഷിൻചാനെ, പിന്നെ എന്തെല്ലാം നിന്റെ വിശേഷങ്ങൾ? എനിക്ക് സുഖം അന്ന അങ്ങനെ പോകുന്നുണ്ടെന്ന് സിറ്റിയും കാര്യങ്ങളെല്ലാം. നല്ല തന്നെടാ, സിറ്റി അതിന് പണ്ടത്തെ പോലെ ഡല്ലായിട്ടീനെ പോകുന്നൊരു രസമില്ല നമ്മുടെ സിറ്റിയിൽ കളിക്കാൻ. അതെന്നാ ഫ്രാങ്ക്ലിൻ അണ്ണ, നമ്മൾ സിറ്റിക്ക് എന്തൊരു നിങ്ങളെ സിറ്റിയിൽ നമ്മുടെ സിറ്റി, ഞാനത് നിങ്ങോട്ടേക്ക് വന്നതിന് അതുകൊണ്ടാ. ഇവിടെ കുറെ കേസെല്ലാം ഉണ്ടാക്കി. കേസോ? നീ ഓരോന്ന് പറയല്ല, ചെറിയ ഷിൻചാനോടാണ് നിങ്ങത്തിലെ വർത്താനം പറയുന്നത്. എല്ലാവരുടെ രാജ്യത്തും താമസ വന്നതാ. ഞാനൊന്ന് വണ്ടി എടുത്തിട്ട് വരുന്നേ, നിങ്ങളുണ്ടല്ലോ ഇവിടെ വെയിറ്റ് ചെയ്യാൻ, വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് വരാം. ഫ്രാങ്ക്ലിൻ ഒന്ന് സൂക്ഷിക്കണം, ഇവനും ഷിൻചാനും കൂടി കഴിഞ്ഞാൽ രണ്ട് കുഴപ്പങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് പറയാൻ തന്നെ പറ്റില്ല. രണ്ടും ഒരേപോലത്തെ ബുദ്ധിയില്ലാത്ത ജന്തുക്കളാണ്. അത് രണ്ടും ഒരേപോലെ ഒന്ന് ശ്രദ്ധിക്കണം. അതുമാത്രം നമ്മളെ സിംഗം പോലീസ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ചെറിയൊരു ഇതും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുപേരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. വേഗം വാട വണ്ടി കയറി ഫ്രാങ്ക്ലിനെ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ, നീയും ഒരു കുട്ടിക്കളിയിലും നിന്റെ മാറിയില്ലേ. ഷിൻചാനെ, നീ എന്താണ് അവിടുന്ന് കളിക്കുന്നത്? ഞാൻ വെറുതെ അവിടെ ഇരുന്നതാ ചേക്കേട്ടാ. വണ്ടി കയറി, നമുക്ക് പെട്ടെന്ന് പോകണം. ഇത് നന്റിയല്ല, ഷിൻചാന്റെ ഗോൾഡൻ കാർ ഞാൻ മേടിച്ചു കൊടുത്ത പുതിയ. പക്ഷെ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ടടാ, ഇവിടുത്തെ ഒരു SI ഉണ്ട്, അവൻ നമ്മൾ നല്ല രീതിയിൽ കുഴപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഓരോന്ന് പറയലടാ, ഷിൻചാൻ ഒരു ചെറിയ ചെക്കൻ, അവന്റെ വലിയ വലിയ വർത്താനം പറയല. ഞാൻ ചെറിയ ചെക്കനൊന്നുമല്ല ചേക്കന, ഞാൻ വലിയ ചെക്കൻ, അങ്ങനെ പറയില്ല. എന്നെ കാണുമ്പോൾ തോന്നില്ല. എടാ, ഞാനൊരു തമാശ പറഞ്ഞേടോ. അതുപോലെ ഫ്രാങ്ക്ലിൻ, നമ്മളെ ബാബു ഉണ്ട്, ബാബു നിങ്ങൾ മൂന്നാളം ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താന്ന് വെച്ചാൽ ഈ ഗോൾഡൻ കാർ എടുത്ത് അധികം പുറത്തു പോകാൻ നിൽക്കണ്ട. ഇത് ഫുൾ ഗോൾഡാണ്, 24 ഗോൾഡാണ്. അതുകൊണ്ട് മിക്കവാറും SI രാജ് നമ്മളെ തൂക്കുന്നതായിരിക്കും. അതുകൊണ്ട് മൂന്നാളോടും എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടി ആരും ഒറ്റക്കൊറ്റയ്ക്ക് എടുത്ത് പോകാൻ പാടില്ലേ. എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ലൈസൻസ് ചെയ്യണം. എനിക്കും സ്പെഷ്യൽ ലൈസൻസ് എല്ലാം ഉണ്ട്. ഞാൻ ഷിൻചാനാണ് ഈ ലോകത്ത് ഏറ്റവും ശക്തിശാലി.
അത് തന്നെ മുത്തേ, നീ ശക്തിശാലി തന്നെ, ഒന്നും പറയാനില്ല. സൂക്ഷിക്കുക, അത്ര തന്നെ. ഫ്രാങ്ക്ലിൻ ചേട്ടും ചിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ എനിക്കൊന്ന് പുറത്തു പോകണം. നിങ്ങൾ വേറെ കുഴപ്പങ്ങളൊന്നും ഒപ്പിച്ചു വെക്കരുത്. നേട്ടാ രാജുവേട്ടാ പോയി എനിക്കൊന്ന് പുറത്തു പോകാൻ ഫ്രാങ്ക്ലിൻ കടന്നുറങ്ങിയിട്ട് നല്ല ടയേറ്റല്ല. എനിക്ക് ചെറിയൊരു ഇതുണ്ട്. ജെറി സിൻജാനെ കുഴപ്പങ്ങളൊന്നും ഒരു ചാടരുത് രാജ പ്രത്യേകം പറഞ്ഞായിരുന്നു. ഇല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ, കുഴപ്പങ്ങളിലേക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ പോകണം. ചെറിയൊരു എൻക്വയറി ഉണ്ട്, നമ്മൾ കംപ്ലീറ്റ് ആക്കണം പാസ്പോർട്ടിന്റെ. അതാണെങ്കിൽ ഓക്കെ, ലഗിലെ രാജുവിനെ വിളിച്ചു വരും. പറയണ്ട, ഞാൻ വേഗം വരും. അതുപോലെ ഗോൾഫിംഗാരുടെ കേസ് പറഞ്ഞായിരുന്നു. പ്ലീസ് ഫ്രാങ്ക്ലിൻ ഗോൾട്ടൻ കാർഡായിട്ട് So, അങ്ങനെ സമ്മതിച്ചിന് വേഗം ഇവിടുന്ന് പോകണം വണ്ടി എടുത്തിട്ട്. ഞാനാണ് ഷിൻചാൻ, ഇവിടുത്തെ ഏറ്റവും ശക്തിശാലിയും ബുദ്ധിശാലിയുമായ ഷിൻചാൻ. എന്നെ കണ്ടാൽ ഭയക്കും ഷിൻചാൻ. അങ്ങനത്തെ പാട്ടിലും പാടി ഞാൻ തന്നെ മൊയിന് വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടെ. അവിടെ SI ഉണ്ടായാൽ മതിയായിരുന്നു. രാജുവിന്റെ ജലദോഷം കൊണ്ട്, രാജുവേട്ടന് ജലദോഷം കൊണ്ട് എനിക്കും ജലദോഷം വരുന്നു. ചെറിയൊരു ഡൗട്ടുണ്ട്. നല്ല ജലദോഷത്തിന് ഇത് കാണുന്നുണ്ട്. വേഗം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് നല്ല മയവും മിക്കവാറും ഇന്ന് പനി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വേഗം പോലീസ് സ്റ്റേഷനിൽ തുള്ളി പോകണം. എന്നാൽ മാത്രമേ അവിടെ എത്തൂ. ഞാനും അവിടെ എത്തി. സാറേ, എന്റെ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. നിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷനോ SIനോട് വരി ചോദിച്ചോക്കി. എന്നോട് കോൺസ്റ്റബിൾ ആണോ ചോദിക്കുന്നത്. എനിക്കൊരു കേസുണ്ട്. രാജുവേട്ട ഇവിടെ ചെറിയൊരു കേസിന്റെ ഒന്നെല്ലാം പറയുന്നു. എന്താ ഇപ്പൊ ചെയ്യണ്ടേ? നീ എവിടെയാവില്ലത്? ഞാനിവിടെ പുരുഷ് നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഏത് വണ്ടി എടുത്തത്? ഗോൾഡൻ കാർ. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നില്ലടാ, പോകുമ്പോൾ ഗോൾഡൻ കാർ നിർത്ത് എവിടെയും പോകരുത്. ഞാനങ്ങ് വരുന്നുണ്ടെന്ന് വെയിറ്റ് ചെയ്യും. ഈ ഷിൻജാനെയും ഫ്രാങ്ക്ലിനും എവിടെയും ഒറ്റക്കാക്കി പോയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കി വെച്ചിരിക്കും. ഈ രണ്ടുപേരെയും തച്ച് കൊല്ലായിട്ട ഇവരുടെ ഒരു വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഒന്നാമത് SI നമ്മളെ നോട്ടം വെച്ചിരിക്കുന്ന ടൈമാണിത്. ഈ ടൈമിലാണ് നമ്മളെ ഗോൾഡൻ കാർ അവിടെ പിടിച്ചിരിക്കുന്നത്. എടാ ഫ്രാങ്ക്ലിൻ, ഞാൻ നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തതായിരുന്നു ഗോൾഡൻ കാർ എടുത്ത് പോകരുത്, അത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരു വണ്ടിയാണെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു ജേക്ക് അവൻ കേക്കിന്റെ എത്ര പ്രൈസ് ഞാൻ പറഞ്ഞു. നിനക്ക് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? അവൻ അത് എടുത്ത് പോകുമ്പോൾ ഞാൻ കണ്ടു. ഞാൻ തന്നെ തയ്യാറായത് വേഗം കടന്നുറങ്ങിപ്പോയി. സാറല്ല, നീ വേഗം വണ്ടി കയറി ഫ്രാങ്ക്ലിൻ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, അവിടത്തേക്ക് വേഗം പോകണം. ചിഞ്ചാന്റെ വഴി എന്തെങ്കിലും വൈകുന്നത് നമുക്ക് അവിടെ തെറ്റും ബെറ്റർ ആണ്. എന്താന്ന് വെച്ചാൽ ഇൻസ്പെക്ടർ സിംഗം എന്നെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ അവനെ ഉപദ്രവിച്ച് ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതിന് നമുക്ക് അവിടെ എത്തണം. മിക്കവാറും നല്ലൊരു ക്യാഷ് തന്നെ പൊട്ടായിൽ സാധ്യത കാണുന്നുണ്ട്. ഇൻസ്പെക്ടർ സിംഗം തന്നെ കൈക്കൂലി ഉടമസ്ഥനാണ്. അതുകൊണ്ട് എന്തുകൂടെ നമുക്ക് ചിഞ്ചാനെ ഇറക്കിയേ പറ്റും. മിക്കവാറും ഈ ഗോൾഡൻ കാർ പിടിക്കാണ്ടായാൽ മതിയായിരുന്നു. രക്ഷപ്പെട്ടു. ഈ ഗോൾഡൻ കാർ ഭാഗത്തിനാകുമ്പോൾ പുറത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പോലീസിന് അറിയില്ല. എന്തെങ്കിലും പണ്ടത്തെ കേസാക്കി ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചെന്റെ ഗോൾഡൻ കാർ പോകുമെന്ന്. രക്ഷപ്പെട്ടു. അവിടെ ഇൻസ്പെക്ടർ ശിങ്കം ഉണ്ടായാൽ മതി. എന്തെങ്കിലും കൈക്കൂലിയിലും കൊടുത്ത് വിടാമായിരുന്നു. വേഗം വാടാ. എന്താ രാജു ഇഷ്യൂ? എന്താ ഈ ഇൻസ്പെക്ടർ നമ്മുടെ ശത്രുതോമാല് കാണുന്നത്? എനിക്കും അറിയില്ലട്ടാ, നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ സാറേ, എന്റെ ബ്രദർ എവിടെ ഉണ്ടായിരുന്നു ജയിലിൽ, എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞു. അവനൊരു പെണ്ണിനെ പീഡിപ്പിക്കാൻ നോക്കി. അവനോ സാറേ? അവൻ കഴിവ് പോലും ഇല്ല. എന്നിട്ടാണ് സാറ് പറയുന്നത്? ഇൻസ്പെക്ടറിനോട് പോയി ചോദിച്ചോളൂ. ഇൻസ്പെക്ടർ സാർ, ശിങ്കമേ എന്താണ് ഇഷ്യൂ? അവനക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല. അവൻ പൊട്ടനാണ് സാറേ, അവനക്ക് തീരെ ബുദ്ധിയില്ല. ഞാനോട് പറയുന്നത് അവനൊരു പെണ്ണിനെ റേപ്പിച്ചിട്ട് കൊല്ലാൻ നോക്കി. അതിൽ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഞാൻ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് 1.5 കോടി ഇടണം. എന്തുവാ ഷിൻജാനെ കേൾക്കുന്നത്? നീ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ നോക്കിയെന്നോ? ജേക്കൻ അത് വെറും കള്ള കേസാണ്. എന്നെ കൊടുക്കാൻ വേണ്ടി ജേക്കനെ കൊണ്ട് കേസ് ഉണ്ടാക്കാൻ വേറൊരു ഓപ്ഷൻ മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത്. സാരമില്ല, കേസ് കൊടുത്തിട്ടാണ് എന്നെ പുറത്തിറക്കാം. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു സൂക്ഷിക്കണം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. സോറി ജേക്കൻ, എനിക്ക് ഇപ്പാണ് മനസ്സിലായത് ജേക്കൻ പറയുന്നതിന്റെ കാര്യം എന്നാണ്. സാരമില്ല, അത് ഒഴിവാക്ക്. ഞാൻ പേയ്മെന്റ് കൊടുത്ത് ഡീലാക്കട്ടെ. SI സാർ, എത്ര ക്യാഷ് വേണ്ടരും? ഒരു കോടി മിക്കവാറും വേണം സാർ. ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്ന് തന്നെ, അതിലേക്ക് പേയ്മെന്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 58 സംതിങ് വന്നിട്ട് നമ്പർ അത് ഈ തന്നെ പേയ്മെന്റ് ചെയ്താൽ മതി. അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടുത്തെ കാണിക്കും. പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് സാറേ. സാറിന്റെ ബാങ്കിൽ ക്രെഡിറ്റ് ആയോ? എന്റെ ബാങ്കിലെ ക്രെഡിറ്റ് ആയി. ഇനി ഷിൻജാനെയും കൂട്ടി നീ വന്ന് വിട്ടോ. ഇനി ഇതേപോലത്തെ എന്തെങ്കിലും കേസുമായിട്ട് കണ്ടാൽ ഇങ്ങനെ കൈക്കൂലി മേടിക്കുക FIR ചാർജ് ചെയ്ത് ജയിലിൽ ഇടിച്ച് പണ്ടമാക്കുന്നതായിരിക്കും. ഇല്ല സാറേ, ഇനി ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഒന്നും വരില്ല. ഞാൻ സൂക്ഷിച്ചോളും. അതുമാത്രം നിന്റെ ഗോൾഡൻ കാറിന്റെ കേസിനകത്ത് അപ്പം സാറേ, ഗോൾഡൻ കാർ അതല്ല ഞാൻ ഒഴിവാക്കി സാറേ. ഷിൻജാനെ, നിന്നെ കൊണ്ട് കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ? ഫ്രാങ്ക്ലി, ഞാൻ കണ്ടു. ഇതാണ് ഈ സീറ്റിൽ ഏറ്റവും വലിയ പ്രശ്നം. എന്നെ SI നല്ല രീതിക്ക് നോട്ടായിട്ട് വെച്ചിരിക്കുന്ന ടൈമാ. അതുകൊണ്ടാണ് നിങ്ങളോട് രണ്ടാളോട് ഞാൻ പറയുന്നത്, സൂക്ഷിക്കണം. ഇപ്പെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? സോറി ജേക്കണ്ണ, എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക്. എന്നോട് ജേക്കണ്ണ ക്ഷമിക്കൂ. സാരയില്ലടാ, അത് വിട്ട് നീങ്ങും സൂക്ഷിക്കുക. ഓക്കെ, മസ്റ്റായി ചാനലിലോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റൂ.